അടുത്തത് പ്രഭാകരനാണ്. പ്രഭാകരൻ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന പ്രഭാകരൻ ഇക്കുറി പക്ഷേ ഭൂരിപക്ഷം അല്പം കുറഞ്ഞു. 19,721 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 19,721 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. സി കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചാണ് നിയമസഭയിലേക്ക് പ്രഭാകരൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സി കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത്. നിയമസഭയിൽ ഇത് രണ്ടാം വട്ടമാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. BS-ന്റെ മണ്ഡലമായ മലമ്പുഴ ഇക്കുറിയും UDF തരംഗത്തിലും ഒലിച്ചു പോകാതെ ബാക്കിയുണ്ടായി. CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. KSYF-ലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് പ്രഭാകരൻ. അടുത്തത് UR പ്രദീപ്, ചേലക്കരയുടെ നായകൻ UR പ്രദീപ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തേക്കാൾ മിന്നും വിജയമാണ് ഈ UDF തരംഗത്തിലും UR പ്രദീപ് ചേലക്കരയിൽ സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ 12,000 ആണെങ്കിൽ ഇക്കുറി ഇരട്ടിയിലേറെ ഭൂരിപക്ഷമാണ് ചേലക്കര UR പ്രദീപിന് നൽകിയത്. 29,386 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശിവദാസനെ തോൽപ്പിച്ച് നിയമസഭയിൽ മൂന്നാം തവണ UR പ്രദീപ് എത്തുന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പിലുള്ള വിജയത്തിൻ്റെ ഇരട്ടി വിജയം. നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ചേലക്കര UDF തരംഗത്തിലും ഉലയാത്ത കോട്ടയായി നിന്ന ചേലക്കരയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി UR പ്രദീപ് മൂന്നാം തവണയാണ് UR പ്രദീപ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഒരു തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷമാണ് ഇക്കുറി ചേലക്കര കൊടുത്തത്. ചേലക്കര MLA ആയി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു UR പ്രദീപ്. ശ്രീ P പ്രസാദ്. അടുത്തത് ചേർത്തലയിൽ നിന്നുള്ള MLA P പ്രസാദാണ്. CPയുടെ ജനകീയ മുഖമാണ്. കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. 14,489 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ KR രാജേന്ദ്ര പ്രസാദിനെ തോൽപ്പിച്ച് മണ്ഡലം നിലനിർത്തി. G സുധാകരൻ അടക്കമുള്ളവർ തനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ടും മണ്ഡലം വിജയിപ്പിച്ചു എന്നുള്ളതാണ്. സഭയിൽ ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ സർക്കാരിലെ കൃഷിമന്ത്രിയാണ്. CPയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 13-ാം നമ്പർ കാറിൽ സഞ്ചരിച്ച മന്ത്രിയാണ്. ഇക്കുറിയും ജയിച്ചു തന്നെ വന്നു, പരാജയപ്പെട്ടില്ല. 13-ാം നമ്പറിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. P പ്രസാദ് മുൻ സർക്കാരിലെ കൃഷിമന്ത്രിയാണ്. CPIയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. CPIയുടെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത P പ്രസാദ് നിയമസഭയിൽ ഇത് രണ്ടാം വട്ടമാണ്. 14,489 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പരാജയപ്പെടുത്തിയത് UDFിലെ KR രാജേന്ദ്ര പ്രസാദിനെയാണ് ചേർത്തലയിൽ നിന്ന്. അടുത്തത് PK പ്രവീണാണ്. കൂത്തുപറമ്പിൽ നിന്നുള്ള PK പ്രവീൺ. 1,286 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം. ഇടത് കോട്ടയാണെങ്കിലും ജയന്തി രാജൻ വിറപ്പിച്ച മണ്ഡലമാണ്. ജയന്തി രാജനെയാണ് പരാജയപ്പെടുത്തിയത് PK പ്രവീൺ. കടന്നുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. ജയന്തി രാജൻ ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. നിയമസഭയിൽ ഇത് ആദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ RJD MLA ആണ്. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മുൻ പാനൂർ വാർഡ് കൗൺസിലറാണ് PK പ്രവീൺ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായി വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇപ്പോൾ PK പ്രവീണാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. PK പ്രവീൺ കൂത്തുപറമ്പിൽ നിന്നുള്ള MLA ആണ്. ജയന്തി രാജനെ 1000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. നിയമസഭയിൽ ഇത് ആദ്യമാണ്. RJDയുടെ ആദ്യ MLA ആണ്. ആ അർത്ഥത്തിൽ മുൻപാനൂർ വാർഡ് കൗൺസിലർ കൂടിയാണ് നിലവിൽ പ്രവീൺ. PK പ്രവീണാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോൾ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു.